സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഒരു ചെമ്മീൻ അച്ചാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി 2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടി 1.5 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് നല്ല രീതിയിൽ പുരണ്ട് വരണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ മസാല തേച്ച് വെച്ച് ചെമ്മീൻ ഇതിനകത്തേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 തവണകളായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള ചെമ്മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതേ ഓയിൽ തന്നെ നമ്മൾ വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1/2 കപ്പ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 1/2 കപ്പ് വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിനകത്തേക്ക് ഒരു 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് 2.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ. ഇനി ഇതിനകത്തേക്ക് വറുത്ത് വെച്ച് ചെമ്മീൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. ഇപ്പം എല്ലാം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുത്ത ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒട്ടും വെള്ളമില്ലാത്ത ഒരു പാത്രത്തിൽ ഇത് അടച്ചു വെച്ച് സൂക്ഷിക്കാം. എന്നാൽ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ
വീട്ടിൽ തന്നെ തയ്യാറാക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. ബൈ.